വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിനി പോകുന്നത് വൈറ്റിലെ മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇവിടുന്ന് മെട്രോ കയറി മഹാരാജാസ് കോളേജിൻ്റെ സ്റ്റോപ്പിൽ വേണം ഇറങ്ങാൻ. സമയം ഏകദേശം 12:30 ഈ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല. വൈറ്റിലയിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ മഹാരാജാസ് കോളേജിൻ്റെ സ്റ്റോപ്പിൽ മെട്രോ എത്തും. അവിടെ നിന്ന് ഫീഡർ ബസ് കയറിയിട്ട് വേണം നേരെ ബാക്കി പോകാൻ. ഒരു 10 മിനിറ്റ് കൂടുതൽ എടുത്തില്ല വൈറ്റിലയിൽ നിന്ന് മഹാരാജാസ് കോളേജിൻ്റെ സ്റ്റോപ്പിലെത്താൻ വേണ്ടി. ഈ കാണുന്ന ഗ്രൗണ്ടിലൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത്. ഞങ്ങൾ അവിടെ നിന്ന് മെട്രോയുടെ ഫീഡർ ബസ്സിൽ കയറി ഹൈക്കോർട്ടിനോടുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്നു. ഇതാണ് ഹൈക്കോർട്ടിനോടുള്ള വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഫോർട്ട് കൊച്ചിക്കല്ല മട്ടാഞ്ചേരിക്ക് പോകും. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 1 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് മട്ടാഞ്ചേരിക്കാണ് ടിക്കറ്റ് എടുത്തത്. വാട്ടർ മെട്രോ വന്നതിന് ശേഷം ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വാട്ടർ മെട്രോ ആണ്. അതിന് ഒരു പ്രീമിയം ഫീച്ചറും കംഫർട്ടും അതുപോലെ തന്നെ വ്യൂവും എല്ലാം കൊണ്ട് പിന്നെ AC യുമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വാട്ടർ മെട്രോ ആണ്. ഏകദേശം 30-35 മിനിറ്റിൽ നമ്മൾ മട്ടാഞ്ചേരിയിലെത്തും. കുറച്ചു കാലം മുമ്പ് VD സതീശൻ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞല്ലേ, ഫുൾ കണക്ടിവിറ്റിയാണ് കൊച്ചി മൊത്തം. അപ്പോൾ നമുക്ക് വാട്ടർ മെട്രോ വന്നു, അവിടുത്തെ ബസ് കയറി മെട്രോയിൽ ചെല്ലാം. അങ്ങനെ കണക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ വഴിയാണ് ഇന്നും പോകുന്നു. അങ്ങനെ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നമ്മളെത്തി.